പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് തുടങ്ങിയാലോ. ഇന്ന് 9ാം ക്ലാസ്സിലെ ഡെസിമൽ നമ്പേഴ്സിൻ്റെ അവസാന ഭാഗത്തെ ഒരു ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. 11 ഡിനോമിനേറ്ററായിട്ട് വരുമ്പോൾ അതിൻ്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അവിടെ കിട്ടിയ ആ ഡെസിമൽ ഫോംസൊക്കെ ഒന്ന് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. നമുക്ക് അതിൻ്റെ ഒരു എളുപ്പ വഴിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് 11 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ്റെ ഒക്കെ ഡെസിമൽ ഫോം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1/11 ഡെസിമൽ ഫോം നമ്മൾ കണ്ടുപിടിച്ചതാണ് 0.090909 എക്സെട്ര. 2/11 ആകുമ്പോഴോ എന്താ കിട്ടിയേ? 2/11 കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു 0.181818 എക്സെട്ര. 3/11 0. കണ്ടുപിടിച്ചത് ഓർമ്മയുണ്ടോ? 272727 എക്സെട്ര. 4/11 4/11 ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും 0.3636 എക്സെട്ര. 5/11 എന്താ കിട്ടിയെന്ന് നോക്കിയേ. 5/11 0.4545 എക്സെട്ര. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ എളുപ്പം ഒഴിയിട്ട് വരാൻ പറ്റും. കണ്ടില്ലേ? ഇവിടെ എല്ലാം 2 ഡിജിറ്റ് വീതം റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. 2 digits ആർ റിപ്പീറ്റിംഗ്. ഹിയർ 09 is 0909 എക്സെട്ര. ഇവിടെ 181818 ഈസ് റിപ്പീറ്റിംഗ്. ഇവിടെ 272727 എക്സെട്ര ഈസ് റിപ്പീറ്റിംഗ്. ഇവിടെ 363636 എക്സെട്ര ഈസ് റിപ്പീറ്റിംഗ്. അപ്പോൾ ഇവിടെ 2 digit വീതം 11 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷനെയൊക്കെ ഡെസിമൽ ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ ആ ഡെസിമൽ ഫോമിൽ 2 digit വീതം റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. മറ്റൊരു പ്രത്യേകം കൂടി നോക്കിയാൽ മനസ്സിലാവും. അവിടെ കണ്ടില്ലേ 0 + 9 9, 1 + 8 9, 2 + 7 9, 3 + 6 9, 4 + 5 9 അങ്ങനെ പോകും. ഇവിടെ കണ്ടില്ലേ 1/11 0യിൽ സ്റ്റാർട്ട് ചെയ്തു. 2/11 1ലാണ് സ്റ്റാർട്ട് ചെയ്തത്, 2നേക്കാൾ 1 കുറവ്. 3/11 2ൽ സ്റ്റാർട്ട് ചെയ്തു. 4/11 3ൽ സ്റ്റാർട്ട് ചെയ്തു. 5/11 4ൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പറയാമല്ലോ 6/11 എന്തായിരിക്കും? 6/11 6 ആയതുകൊണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യണം, 5ൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 5 വന്നു കഴിഞ്ഞാൽ സം എത്രയാണ്? 3 + 6 9, 4 + 5 9, 2 + 7 9, 1 + 8 9, 0 + 9 9. ഇവിടെ 5 + 4 ആണ് 9. സോ 5 4 5 4. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഡെസിമൽ ഫോം പറയും. 7/11 ആണെങ്കിലോ 7/11 ആകുമ്പോഴോ 0.7നേക്കാൾ 1 കുറവ്. 7നേക്കാൾ 1 കുറവ് എത്രയാ? 6. 6 + എത്രയാ? 9 3. അപ്പോൾ 6363 എക്സെട്ര ഇങ്ങനെ പോകുന്നതായിട്ട് കാണും. അതുപോലെ 8/11 ആണെങ്കിലോ 0.8നേക്കാൾ 1 കുറവ് 7. 7272 എക്സെട്ര. 9/11 ആണെങ്കിൽ അപ്പോൾ എന്ത് വരണം? 9/11 ആകുമ്പോൾ 0.9നേക്കാൾ 1 കുറവ്. 1 less than 9 is 8. 8 + 1 is 9. So 8181 എക്സെട്ര. 10/11 ആകുമ്പോൾ എങ്ങനെ വരും നോക്കിയേ. 0.10നേക്കാൾ 1 കുറവ് എത്രയാ? 9. 9 + 0 ആണ് 9. 9090 എക്സെട്ര. അപ്പോൾ 11 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ്റെ ഒക്കെ ഡെസിമൽ ഫോം എഴുതാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ 12/11 ആണെങ്കിലോ 12/11 എന്ന് പറഞ്ഞാൽ ഇതാണ് 1 പ്ലസ് അല്ലേ 11/11 + 1/11. 11/11 1 ആണ്. അപ്പോൾ 1 പോയിന്റ്. ഇത് 1/11 നമുക്കറിയാം 1നേക്കാൾ 1 കുറവ് 0.909 എക്സെട്ര. അപ്പോൾ അങ്ങനെ 11 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഏത് ഫ്രാക്ഷനെയും നമുക്ക് പെട്ടെന്ന് ഡെസിമൽ ഫോമിലേക്ക് കൊണ്ടുവരാം. 2 ഡിജിറ്റ് വീതം റിപ്പീറ്റ് ചെയ്യുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ആ ഡിജിറ്റുകളുടെ സം എപ്പോഴും 9 ആയിരിക്കും. ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ന്യൂമറേറ്റർ എത്രയാണോ അതിനേക്കാൾ 1 കുറവായിരിക്കും. ഇവിടത്തേക്കാൾ 1 കുറവായിരിക്കും.
അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് എത്ര കൂട്ടിയാൽ 9 കിട്ടും. അപ്പോൾ 1 + 8 9, 2 + 7 9, 3 + 6 9, 4 + 5 9, 5 + 4 9. ഇങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് കാണാം. അപ്പോൾ നോക്കിക്കോളൂ, 0.1888 എക്സെട്ര. വാട്ട് ഈസ് ഇറ്റ്സ് ഡെസിമൽ ഫോം, ഫ്രാക്ഷൻ ഫോം? അപ്പോൾ അവിടെ പറഞ്ഞാൽ നോക്കുക, 1 ആണ്, 2 ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, 1 + 8 9 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സം 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് എല്ലാം പറ്റില്ല. ഇതിൻ്റെ സം 9 ആയിട്ട് വരുമ്പോൾ മാത്രമേ 11 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ 2/11, ഇവിടെ 2 ആണെങ്കിൽ 3/11, ഇവിടെ 3 ആണെങ്കിൽ 4/11, ഇവിടെ 4 ആണെങ്കിൽ 5/11, ഇവിടെ 5 ആണെങ്കിൽ 6/11, ഇവിടെ 9 ആണെങ്കിൽ 10/11. അങ്ങനെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഡെസിമൽ ഫോമിലേക്ക് വരാൻ കഴിയും. ഡെസിമൽ ഫോമിൽ നിന്ന് ഫ്രാക്ഷൻ ഫോമിലേക്കും ഫ്രാക്ഷൻ ഫോമിൽ നിന്ന് ഡെസിമൽ ഫോമിലേക്കും കൊണ്ടുവരാൻ വളരെ എളുപ്പത്തിൽ സാധ്യമാണ്. അപ്പോൾ ഏത് 2 ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതും ആ ഡിജിറ്റുകളുടെ സം 9 ആയിട്ടുള്ളതുമായ ഫ്രാക്ഷൻ്റെ ഡെസിമൽ ഫോം എഴുതാനാണ്, ഡെസിമൽ ഫോം അല്ല, ഡെസിമൽ ഫോമിൻ്റെ ഫ്രാക്ഷൻ ഫോം എഴുതാനാണ് ഇത് എളുപ്പമായിട്ട് വരുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ഡെസിമൽ ഫ്രാക്ഷൻ ഫോം ഓഫ് 0.1818 എക്സെട്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എഴുതാം. ഇറ്റ്സ് ആൻസർ ഈസ്, ഇവിടെ 1 ആണ്, അപ്പോൾ 2/11. 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നു, 1 + 8 9 ആണ്. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് 1 + 1 2/11. അപ്പോൾ 0.7272 എക്സെട്ര. ഇതിനുള്ള ഫ്രാക്ഷൻ ഫോം എന്താണെന്ന് ചോദിച്ചാൽ 7 + 2 9, 7 + 2 9. അങ്ങനെ വരുമ്പോൾ 7 കഴിഞ്ഞിട്ട് അടുത്ത 8/11 ആണ്. അപ്പോൾ അതുപോലെ 0.6363 എക്സെട്ര ആണെങ്കിൽ 6 + 3 9 ആണ്. അപ്പോൾ ഇവിടെ 6 കഴിഞ്ഞ് നെക്സ്റ്റ് ഡിജിറ്റ്, ആദ്യത്തെ ഡിജിറ്റാണ് നോക്കുന്നത്, അത് 7/11. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ഡെസിമൽ ഫോമിനെ ഫ്രാക്ഷൻ ഫോമായിട്ട് മാറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫൈൻഡ് ദി സം ഓഫ് 0.2727 എക്സെട്ര പ്ലസ് 0.1818 എക്സെട്ര. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദി സം? ഇതിൻ്റെ സം കണ്ടുപിടിക്കണം. ഈ ഫ്രാക്ഷൻ്റെ സം, ഡെസിമൽ ഫ്രാക്ഷൻ്റെ സം പെട്ടെന്ന് എഴുതാം. 2727 എക്സെട്ര. ഇതിൻ്റെ ഡെസിമൽ ഫ്രാക്ഷൻ ഫോം 3/11 ആണ്. ഇതിൻ്റെ ഫ്രാക്ഷൻ ഫോമോ 2/11 ആണ്. കാരണം 2 + 7 9, 1 + 8 9, ഇവിടെ 2 കഴിഞ്ഞാൽ 3, ഇവിടെ 1 കഴിഞ്ഞാൽ 2, 2/11. ഉടനെ ആഡ് ചെയ്യാൻ 3 + 2 5/11. ആൻഡ് 5/11 ഡെസിമൽ ഫോം നമുക്കറിയാം എങ്ങനെയാണ്. ഇവിടെ 5 ആണ് ഈ ഡെസിമൽ ഫോമിൽ 0.4545 എക്സെട്ര. കാരണം 5 ആണെങ്കിൽ ഒന്ന് കുറയണം അല്ലേ, ഇവിടത്തേക്കാളും ഒന്ന് കുറവാണിത്, ഇവിടത്തേക്കാളും ഒന്ന് കുറവാണിത്. സം 9 വരണം. സോ ദി ആൻസർ ഈസ് 0.4545 എക്സെട്ര. പെട്ടെന്ന് അതിൻ്റെ സം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് 0.7272 എക്സെട്ര പ്ലസ് 0.3636 എക്സെട്ര. ഇതിൻ്റെ സം എന്തായിരിക്കും? ഇതിൻ്റെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എളുപ്പത്തിൽ? നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. 7.7272, 7 + 2 9 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 11 ആണ് വരിക. അപ്പോൾ ഇവിടെ 7 ആണെങ്കിൽ 8/11 ആയിരിക്കും. 8/11 പ്ലസ് ഇത് 3 ആണെങ്കിൽ 4/11 ആണ്. 8 + 4 12/11. 12/11 എന്ന് പറഞ്ഞാൽ 11/11 പ്ലസ് 1/11. 11/11 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/11 എന്ന് പറഞ്ഞാൽ 0.0909 എക്സെട്ര. സോ 1.0909 എക്സെട്ര. വളരെ പെട്ടെന്ന് അതിൻ്റെ ആൻസർ കിട്ടും. ഇങ്ങനെയുള്ള ഡെസിമൽ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, തേർഡ് വൺ, ഫൈൻഡ് ദി ഫ്രാക്ഷണൽ ഡെസിമൽ ഫോം ഓഫ് 0.5454 എക്സെട്ര പ്ലസ് 0.7272 എക്സെട്ര. എങ്ങനെ കണ്ടുപിടിക്കും? ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. കണ്ടില്ലേ, 5 + 4 9 ആണ്, 7 + 2 9 ആണ്. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ 11 ആണ് വരിക. അപ്പോൾ 5 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/11 ആണ്. പ്ലസ് ഇത് 7.8272 എന്ന് പറയുമ്പോൾ 8/11 ആണ്. അപ്പോൾ 6 + 8 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 14/11.
14 എന്ന് പറയുന്നത് 11/11 പ്ലസ് 11 പ്ലസ് 3 ആണ് 14. അപ്പോൾ 1 പ്ലസ് 0.3 ആയതുകൊണ്ട് 2727 എക്സെട്ര. ദാറ്റ് ഈസ് 1.2727 എക്സെട്ര എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഫ്രാക്ഷണൽ ഫോം കണ്ടുപിടിക്കാം. ഫ്രാക്ഷണൽ ഫോം തന്നു കഴിഞ്ഞാൽ ഡെസിമൽ ഫോമും കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടി, വേറൊരു എക്സാമ്പിൾ 0.7272 എക്സെട്ര മൈനസ് 0.1818 എക്സെട്ര. എന്ത് വരും ഇത്? ഇവിടെ ഉടനെ നമുക്ക് ഇതിന് ഫ്രാക്ഷൻ ഫോം ആക്കാം. 2 ഡിജിറ്റ് റിപ്പീറ്റിംഗ്. 7 + 2 9 ആണ്. അപ്പോൾ 11 ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ 7 കഴിഞ്ഞ് 8/11 ആണിത്. മൈനസ് ഇതോ 2/11 ആണ്. 8 - 2 6/11. 6/11 എന്ന് പറഞ്ഞാൽ ഉടനെ എഴുതാം 0.5454 എക്സെട്ര. നമ്മുടെ 5 വന്ന 6. ഈ ന്യൂമറേറ്ററേക്കാൾ ഒന്ന് കുറവായിരിക്കും ഇവിടെ. 2 ഡേറ്റിൻ്റെ കൂടി സം 9 ആയിരിക്കണം. അപ്പോൾ ഈ രൂപത്തിൽ എളുപ്പത്തിൽ 11 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ്റെയൊക്കെ ഡെസിമൽ ഫോം എഴുതാം. അങ്ങനെയുള്ള ഡെസിമൽ ഫോമിനെ വീണ്ടും ഫ്രാക്ഷണൽ ഫോമിലേക്കും ആക്കാം. അത് വെച്ചുള്ള ഓപ്പറേഷൻസും ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ രസകരമായിട്ട് തോന്നുന്നില്ല? 11 ഡിനോമിനേറ്റർ ആയിട്ട് വരുമ്പോൾ ഫ്രാക്ഷൻ്റെ പ്രത്യേകത വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ കണ്ടെത്താം. താങ്ക് യു.